ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ആൻഡ് ഇന്നത്തത് ഒരു ബ്രൈഡൽ ഷവർ വ്ലോഗാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡിങ് ആണ് കമ്മിങ് 26th മെയ്. ആൻഡ് ഇന്ന് ഡേറ്റ് ഏതാണെന്ന് ഓർമ്മയില്ല, ബട്ട് ഇന്ന് മൺഡേ ആണ്. അപ്പോൾ മൺഡേ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അവൾക്ക് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് വ്ലോഗാക്കാം. നമ്മൾ കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഒരു തീം കണ്ടുപിടിച്ചത്. അതാണ് ദേസി ബ്രൈഡൽ ഷവർ. അപ്പോൾ കോമണിൽ നിന്നൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടെന്നുള്ള ഇതിലാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് നമ്മൾ നടത്തുന്ന. ഒരു 5-6 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഭയങ്കര ലൈറ്റായിട്ട് ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഷവറാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഡെക്കറേഷൻ ഐഡിയാസും അതുപോലെ അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വ്ലോഗാക്കാം. ആൻഡ് ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരു ഐഡിയയും കൊടുത്തിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ സംസാരിച്ചിട്ടുമില്ല. ബട്ട് സർപ്രൈസ് ആകുമോ അതോ ആൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുമോ എന്നൊന്നും അറിയില്ല. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്തപ്പോൾ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നു, ഒരു പാർട്ടി വെയർ വേണ്ടാന്ന്. അങ്ങനെ നമ്മളൊരു കോട്ട് സെറ്റാണ് എടുത്തത്. ആൻഡ് അപ്പോൾ ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. ആൻഡ് അന്ന് ബ്രൈഡൽ ഷവർ നമ്മൾ തേഴ്സ്ഡേ ആണ് നടത്തിയത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വിളിക്കണമല്ലോ, നമ്മൾ ഈ പരിപാടി നടത്തുന്നിടത്തോട്ട് വിളിക്കണം. അപ്പം ഡയറക്റ്റ് നമ്മൾ വിളിച്ച് വരാൻ പറഞ്ഞാൽ ആൾ വരത്തില്ല. ആളിപ്പോൾ അത്യാവശ്യം തിരക്കിലാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് കത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്താണ് പറഞ്ഞത്, വേറെ ഒരു ഐഡിയ കൊടുത്തിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. അങ്ങനെ അവളത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ നമ്മൾ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ട് ആൾ വരാമെന്ന് പറഞ്ഞു. ആളപ്പം പെഡിക്യൂർ എന്തോ ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെയൊക്കെ ലേറ്റായി. ഇപ്പോൾ ഒന്നും നമ്മൾ ഡെക്കറേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ അതായത് നമ്മുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ബ്രൈഡിൻ്റെയും ബ്രൈഡ്സ് മെയ്ഡിൻ്റെയും ഡ്രസ്സ് നമ്മൾ ചെയ്ത് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പരിപാടിയും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ആദ്യം ആലോചിച്ചത് ഒക്കെ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ സാരിയൊക്കെ കൊടുത്തിട്ട് ആൾക്ക് അപ്പോൾ ഒരു ദേസി ബ്രൈഡൽ ഷവർ ആയതുകൊണ്ട് സാരി എന്നുള്ളൊരു തീമായിരുന്നു. പിന്നെ ഒരു 90s ടച്ചിൽ നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ വെഡിങ് വീഡിയോയിൽ വരുന്ന ഒരു 90s ടച്ച് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ഐഡിയ. പിന്നെ വന്നപ്പോഴാണെങ്കിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിരുന്ന ഐഡിയാസൊക്കെ നടന്നില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പുറത്ത് നല്ല മഴയായിരുന്നു. നമ്മൾ വെളിയിൽ വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് നമ്മൾ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് പിന്നെ ഇതാണ് നമ്മൾ ഇട്ടത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു ഗ്രീൻ റെഡ് കോംബോ ആയിരുന്നു. പിന്നെ അവൾക്ക് ഒരു റെഡ് വിത്ത് യെല്ലോ കോംബോയാണ് കൊടുത്തത് സാരിക്ക്. ആൻഡ് നമ്മളിങ്ങനെ പണ്ടത്തെ ആളുകൾ ഇടുന്ന പോലെ ഇങ്ങനെ തലയിലേക്ക് ഇട്ട് ഒരു സ്റ്റൈലാണ് നമ്മൾ ആലോചിച്ച് വെച്ചത്. ആൻഡ് ഫ്രണ്ട്സൊക്കെയാണ് അത് ഡെക്കറേറ്റ് ചെയ്തത്. നമ്മളവിടെ ഒരുങ്ങിയിട്ട് അവൾക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കേക്കൊക്കെ അപ്പോഴേ വന്നു. ആൻഡ് കേക്കൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് റൂമിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തട്ടിക്കൂട്ടിയ ഒരു ഡെക്കറേഷൻ ആയിരുന്നു. ആൻഡ് പക്ഷേ അവസാനത്തെ ഒരു പഴയ ഒരു ഫീലുള്ള ഡെക്കറേഷനൊക്കെ കിട്ടി. നമ്മൾ അപ്പം വന്ന ഓരോ ഐഡിയാസാണ്, ലൈക്ക് ബോർഡിൽ നമുക്കങ്ങനെ എഴുതി വെക്കാം എന്നൊക്കെ വന്നത് അപ്പം വന്ന ഐഡിയാസാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ബോർഡിലൊക്കെ എഴുതി വെച്ചു, കേക്കൊക്കെ സെറ്റ് ചെയ്തു. എല്ലാത്തിലും ഒരു കുറച്ച് ഓൾഡ് വൈബ് വേണം, ഒരു റെട്രോ വൈബ് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബോർഡിലൊക്കെ ഓക്കെ അങ്ങനെ എഴുതി വെക്കാം, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തപ്പോഴും പക്ഷെ ആൾ ലേറ്റായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഉണ്ടെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. മാസ്ക് മാറ്റടി. ഞങ്ങൾ പെണ്ണിനെ ഒരുക്കിയിട്ട് വരാം. മണിയറയിലേക്ക് സ്വാഗതം. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിന്നു. സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്കായിരുന്നു നമ്മൾ മേടിച്ചത്. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ഒരു സാധാരണ നമ്മൾ ഒരു ഹോം മെയ്ഡ് കേക്കാണ്, അതിനേക്കാൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു ഈ കേക്കിന്. അവൾ കട്ട് ചെയ്ത് അവൾ തന്നെയാണ് ആദ്യം വായിലേക്ക് വെച്ചത്. പിന്നെ നമ്മൾ ഷെയർ ചെയ്തു, ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഓഫ് കോഴ്സ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ
പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം സാരിയിൽ അത്രയും നേരം നിന്നത് തന്നെ നല്ല പാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് എല്ലാവരും പോയി. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മളുടെ കല്യാണം അതുപോലെ മെഹന്തി ഫങ്ഷൻസ് ഒക്കെയാണ്. അതിൻ്റെ വീഡിയോയും ഓഫ് കോഴ്സ്